പിന്നെ മാന് ചെയ്യുന്ന വേറൊരു പരിപാടി എന്താന്ന് വെച്ചെങ്കില് ഭീഷണി, ആത്മഹത്യാ ഭീഷണി. ഞാൻ എന്റെ വീട്ടിലുണ്ടായ സമയത്ത് മെസ്സേജ് അയച്ചായിരുന്നു ഭീഷണി. എന്റെ കുട്ടീനെ കാണാൻ വന്നിട്ട് ഞാൻ പോവും, അസാനുവിനെ ഒന്ന് കാണണം, ഇനുവിനെ ഒന്ന് കാണണം, കുട്ടികളെ രണ്ടാളെയും കണ്ടിട്ട് ഞാന് ലോകത്തോട് വിട പറയാന്നൊക്കെ പറഞ്ഞിട്ട് ഭീഷണിയായിരുന്നു. അപ്പോൾ ഒളിച്ചോടി എന്ന് പറഞ്ഞിട്ട് കുറച്ച് ന്യൂസൊക്കെ ഉണ്ടായല്ലോ. അപ്പോൾ ഞാനിപ്പോൾ ഓൾറെഡി റിപ്ലൈ കൊടുത്ത് ഒളിച്ചോടിയിട്ടൊന്നും ഇല്ലാന്ന് പറഞ്ഞിട്ട്. ഇപ്പോൾ റൂമർ നിങ്ങൾക്ക് സത്യം പറഞ്ഞിട്ട് നിങ്ങൾ വീഡിയോ ചെയ്ത ഒരു വിഷയമല്ല. എനിക്ക് ആകെ പറയാനുള്ളത്, ഇപ്പോൾ ഞാൻ കേൾക്കുന്ന ഒരു കാര്യമാണ്, ഞാൻ വീഡിയോ കോൾ ചെയ്ത് മോശമായിട്ട് ഇതാക്കിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ യൂട്യൂബിൽ ലൈവ് ഇടാൻ നിന്നപ്പോഴാണ് ഞാൻ കണ്ടത് 200 സംതിങ് ഇപ്പോൾ സബ്സ്ക്രൈബർ ഉള്ളൂ. ഇപ്പോൾ പുതിയ അക്കൗണ്ട് തുടങ്ങിയത് 100 ആയി. അപ്പോൾ 100 സബ്സ്ക്രൈബ് കൂടി കയറിയാലാണ് എനിക്ക് ലൈവ് ഇടാൻ പറ്റുള്ളൂ. ഞാൻ ഇന്നലെ പറഞ്ഞായിരുന്നു ഞാൻ ലൈവ് ഇടാം, ഞാൻ ഫ്ലാറ്റിലാണ് ഉള്ളതെന്ന്. അപ്പോൾ ഈ കഴിഞ്ഞ ദിവസമാണ് തൻ്റെ വൈഫ് ഒളിച്ചോടിപ്പോയി എന്ന് പറഞ്ഞുകൊണ്ട് മെഹനാസ് ഇൻസ്റ്റഗ്രാം സ്റ്റോറിയുമായിട്ട് വന്നിരുന്നു. അതിന് മറുപടിയുമായിട്ട് സഫ ഒരു വീഡിയോയുമായിട്ട് വന്നിട്ടുണ്ട്. അതിനുശേഷം നമ്മുടെ മെഹനാസിൻ്റെ ആത്മഹത്യാ ഭീഷണി എന്ന് പറഞ്ഞുകൊണ്ട് പുതിയ വോയിസ് റെക്കോർഡുകളെല്ലാം പുറത്തു വന്നു. അതിനുശേഷം സഫ പുതിയ ഇൻസ്റ്റഗ്രാമിൽ പുതിയ അക്കൗണ്ടും അതുപോലെ തന്നെ യൂട്യൂബിൽ പുതിയ ചാനലും എല്ലാം തുടങ്ങിയിട്ടുണ്ട്. അതെല്ലാം നമുക്ക് പരിശോധിക്കാം. ആദ്യമായിട്ട് സഫയ്ക്ക് എന്താണ് ഒളിച്ചോടൽ നാടകവുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്, നമുക്ക് ആ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഒളിച്ചോടി എന്ന് പറഞ്ഞിട്ട് കുറച്ച് ന്യൂസൊക്കെ ഉണ്ടായല്ലോ. അപ്പോൾ ഞാനിപ്പോൾ ഓൾറെഡി റിപ്ലൈ കൊടുത്ത് ഒളിച്ചോടിയിട്ടൊന്നും ഇല്ലാന്ന് പറഞ്ഞിട്ട്. ഇപ്പോൾ റൂമർ നിങ്ങൾക്ക് സത്യം പറഞ്ഞിട്ട് നിങ്ങൾ വീഡിയോ ചെയ്ത ഒരു വിഷയമല്ല. എനിക്ക് ആകെ പറയാനുള്ളത്, ഇപ്പോൾ ഞാൻ കേൾക്കുന്ന ഒരു കാര്യമാണ്, ഞാൻ വീഡിയോ കോൾ ചെയ്ത് മോശമായിട്ട് ഇതാക്കിയിട്ടുണ്ട്, അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട്. ഞാൻ അങ്ങനെ വീഡിയോ കോൾ ചെയ്തിട്ടുണ്ട്. ഒരാളൊരു വീഡിയോ കോളിൻ്റെ ഫോട്ടോയോ എന്തെങ്കിലും ഒന്ന് ഇട്ടെങ്കിൽ നല്ലതായിരിക്കും കുറച്ച്. ഇപ്പോൾ ഞാൻ പുറത്തേക്ക് ഇറങ്ങിയാൽ ഞാൻ ഒളിച്ചോടി എന്നുള്ള രീതിക്കായി, ഞാൻ പ്രൊമോഷനുമായി ഒളിച്ചോടി എന്നുള്ള രീതിക്കായി. ഈ പറയുന്നവർ വേറെ എവിടെയൊക്കെ പോകുന്നുണ്ട്, അതൊക്കെ ഞാൻ ഒളിച്ചോടി പോലെ ആക്കുന്നുണ്ടോ? കണ്ടവരുടെ കൂടെ പോകുന്നുണ്ട്. അതിപ്പോൾ ഞാൻ മാനുവിനെ മാത്രമായിട്ടല്ല ഞാൻ പറയുന്നത്, വേറെ ഒരാളെയും കൂടി ഉദ്ദേശിച്ചാണ് പറയുന്നത്. എനിക്ക് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. പിന്നെ അവർക്ക് പിന്നെ നല്ല രീതിക്ക് സംസാരിച്ച് തെളിവുകൾ മറ്റുള്ളവരെ കൊണ്ട് മെസ്സേജ് അയപ്പിച്ച് ഒരുപാട് വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്ത് അങ്ങനെ ചെയ്യാൻ അറിയുന്നതുകൊണ്ട് ഇതാക്കാം. എനിക്കിങ്ങനെ പിന്നെ മറ്റുള്ളവരെ കൊണ്ട് എടാ ഇങ്ങനെ ഒരു മെസ്സേജ് അയച്ച് എനിക്ക് ഇങ്ങനെ സ്ക്രീൻഷോട്ട് വേണം അങ്ങനെയൊന്നും ഞാൻ ആരെ കൊണ്ട് അയപ്പിക്കാറില്ല. എനിക്ക് അതിൻ്റെ ആവശ്യമില്ല. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, ഞാൻ ഇങ്ങനെ ആരടുത്തും വീഡിയോ കോൾ ചെയ്ത് ഇരുന്നിട്ടൊന്നുമില്ല. എനിക്ക് അതിൻ്റെ ആവശ്യം വന്നിട്ടില്ല. എനിക്കങ്ങനെ പോകണമെന്ന് തോന്നിയിട്ടില്ല. പോകണമെങ്കിൽ പണ്ടേ പോയായിരുന്നു. അപ്പോൾ സഫ പറയുകയാണ്, എനിക്ക് ഒളിച്ചോടണമെങ്കിൽ ഇതിൻ്റെ മുന്നേ ഒളിച്ചോടി പോകാമായിരുന്നു എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ മറ്റുള്ളവർ ഇടുന്നത് പോലെ സ്ക്രീൻഷോട്ട് ഇട്ട് വീഡിയോ ചെയ്യാനൊന്നും എനിക്കറിയുകയില്ല, എനിക്കതിൻ്റെ ആവശ്യമില്ല എന്നൊക്കെയാണ് പറയുന്നത്. അത് ഉദ്ദേശിച്ചത് നമ്മുടെ ഫസ്മിന സക്കീറിനെയാണ്. അവർ തീർച്ചയായിട്ടും അവരുടെ മുൻ കാമുകനുമായി ബന്ധപ്പെട്ടിട്ട് അവരുടെ കമ്പനി കാർത്തികൾക്ക് അവരുടെ നമ്പർ കൊടുക്കുകയും അവനുമായിട്ട് ചാറ്റ് ചെയ്യുകയും അതിന് ചെയ്ത ആ കുൽസിതങ്ങളെല്ലാം എടുത്തുകൊണ്ട് വീഡിയോ ആക്കുന്നതെല്ലാം നമ്മൾ കണ്ടിട്ടുണ്ട്. തീർച്ചയായിട്ടും നമ്മുടെ ഫസ്മിന സക്കീറിനെ ഉദ്ദേശിച്ചുകൊണ്ട് തന്നെയാണ് നമ്മുടെ സഫ ഇപ്പോൾ ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞിരിക്കുന്നത്. അതുപോലെ തന്നെ എനിക്ക് വീഡിയോ കോൾ ചെയ്യേണ്ട ആവശ്യമില്ല എന്ന് പറയുന്നുണ്ട്. നമ്മുടെ ഫസ്മിനയുടെ മുൻ കാമുകനായ യൂബിയുടെ വീഡിയോ കോളിൽ നമ്മുടെ സഫയുടെ വീഡിയോ കോൾ പ്രത്യക്ഷപ്പെടുന്നത് ഏതാനും നിമിഷങ്ങൾ നമ്മൾ കണ്ടിരുന്നു. പക്ഷെ അതാർക്കും റെക്കോർഡ് ചെയ്ത് വീഡിയോ ആക്കി ചെയ്യാൻ വേണ്ടി സാധിച്ചില്ല. കാരണം അത്രയൊന്നും നീണ്ടു നിന്നില്ല. ഏതാനും സെക്കൻഡുകൾ മാത്രമേ ആ ലൈവ് നീണ്ടു നിന്നിരുന്നുള്ളൂ. അതിൽ സഫ വീഡിയോ കോൾ ചെയ്യുന്ന ചിത്രങ്ങൾ പതിഞ്ഞിരുന്നു എന്നുള്ളതാണ് സത്യം. പക്ഷേ അത് ആരുടെ കയ്യിൽ കിട്ടിയിട്ടില്ല എന്നുള്ള ഒരു ആത്മവിശ്വാസത്തിലാണ് അങ്ങനത്തെ ഒരു വീഡിയോ കോൾ ചെയ്യേണ്ട എനിക്ക് ആവശ്യമില്ല എന്ന രീതിയിലാണ് സഫ പറയുന്നത്. അതുപോലെ തന്നെ ഒളിച്ചോട്ടം ഒരു റൂമർ മാത്രമാണ് എന്നും ഞാൻ എപ്പോഴും എൻ്റെ ഫ്ലാറ്റിൽ തന്നെ ഉണ്ട് എന്ന് വളരെ വ്യക്തമായിട്ട് സഫ പറയുകയാണ്. ഇതിന് പിന്നാലെ ഇപ്പോൾ വളരെ ഞെട്ടിക്കുന്ന ഒരു വീഡിയോ ക്ലിപ്പും അതുപോലെ തന്നെ ഒരു ആത്മഹത്യാ പ്രേരണ എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു ഓഡിയോ ക്ലിപ്പും ഇപ്പോൾ പുറത്ത് വന്നിട്ടുണ്ട്. നമുക്ക് ആ വീഡിയോ ക്ലിപ്പിൻ്റെ ബൈറ്റുകൾ നമുക്ക് ആദ്യമായിട്ട് ഇതിൻ്റെ സൈഡിൽ ഒന്ന് കാണാം. വളരെ വ്യക്തമായിട്ട് മെഹനാസ് അവിടെ കിടക്കുന്നതിൻ്റെ ചിത്രങ്ങൾ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. ഇത് ആത്മഹത്യാ ഭീഷണി മുഴക്കിയതിന് ശേഷമുള്ള ഒരു വീഡിയോ ക്ലിപ്പ് ആണ് എന്ന രീതിയിൽ തന്നെയാണ് സഫ ഇതുമായി പങ്കുവെക്കുന്നത്. പക്ഷേ ഇതിന് ആധികാരികമായിട്ട് എന്താണ് സത്യം എന്നതിനെ കുറിച്ച് സഫ തന്നെ പ്രതികരിക്കുന്നു. നമുക്ക് സഫയുടെ ഓഡിയോ ക്ലിപ്പ് ഒന്ന് കാണാം. പിന്നെ മാന് ചെയ്യുന്ന വേറൊരു പരിപാടി എന്താന്ന് വെച്ചെങ്കിൽ ഭീഷണി, ആത്മഹത്യാ ഭീഷണി. ഞാൻ എന്റെ വീട്ടിലുണ്ടായ സമയത്ത് മെസ്സേജ് അയച്ചായിരുന്നു ഭീഷണി. എന്റെ കുട്ടീനെ കാണാൻ വന്നിട്ട് ഞാൻ പോവും, അസാനുവിനെ ഒന്ന് കാണണം, ഇനുവിനെ ഒന്ന് കാണണം, കുട്ടികളെ രണ്ടാളെയും കണ്ടിട്ട് ഞാന് ലോകത്തോട് വിട പറയാന്നൊക്കെ പറഞ്ഞിട്ട് ഭീഷണിയായിരുന്നു. അന്നൊന്നും ചെയ്ത് എനിക്കറിയാം ചെയ്യൂല, സംഭവം ചെയ്യൂലെങ്കിലും നമ്മളെ ഭീഷണിപ്പെടുത്തുന്ന നമുക്കൊരു ഉള്ളൊരു ഭയം ഉണ്ടാവില്ല. ഇപ്പൊ എന്തെങ്കിലും ചെയ്യോ, നമ്മുടെ തലയിലാവൂലേ, അങ്ങനെ ചെറിയ ചെറിയ ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായി. അതിനുശേഷം ചെയ്യാത്ത ആള് ഞാൻ ഫ്ലാറ്റിൽ വന്ന സമയത്ത് എന്റെ കുട്ടീനെ ഞാൻ ഉറക്കി കിടത്തുന്ന സമയത്തുള്ള ഒരു വെപ്രാളക്കളിയാണ് ഞാൻ ഈ വീഡിയോ അയച്ചിട്ടുള്ളത്. ഈ വീഡിയോനകത്ത് കണ്ടാൽ മനസ്സിലാവും. എനിക്ക് സത്യം പറഞ്ഞ നല്ല രീതിക്ക് ടെൻഷൻ ആയിട്ടുണ്ടായിരുന്നു.
ഇത് ഞാൻ വീഡിയോ ഒക്കെ എടുത്തു വെച്ചത് എങ്ങാനും ലാസ്റ്റ് എങ്ങനെങ്കിലും തലേ വന്നെങ്കിൽ ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. മെയിൻ സംഭവം ഭീഷണിപ്പെടുന്നത് ആത്മഹത്യ. എനിക്ക് ഇപ്പൊ കൂടി എന്നെ ഭീഷണിപ്പെടുത്തി ഇത്രയും പ്രശ്നം നടന്നിട്ടും ഇന്നലെ രാത്രി മെസ്സേജ് അയച്ചിട്ടാണുള്ളത്. ഞാൻ പോവാണ്, ഞാൻ ലോകത്തോട് വിട പറയാണ്, ഇനി ഞാൻ എന്തിനും ഇവിടെ ജീവിക്കണേ എന്ന് പറഞ്ഞിട്ടുള്ള ഭീഷണിയാണ്. എനിക്ക് എന്താ ചെയ്യേണ്ടത്? സത്യം പറഞ്ഞെങ്കില് ഇത്രയും നാള് ഈ ഭീഷണിപ്പെടുത്തിയോണ്ടാണ് പേടിച്ച് മനുഷ്യൻ നിന്നത് തന്നെ. ഇത്രയും കാലം സഫ എന്തുകൊണ്ട് മെഹനാസിന്റെ അടുത്ത് പിടിച്ചു നിന്നു എന്നതിനുള്ള വ്യക്തമായ തെളിവാണ് ഈ ഓഡിയോ ക്ലിപ്പിലൂടെ സഫ നമുക്ക് പറഞ്ഞു തരുന്നത്. കാരണം റിഫ അനുഭവിച്ച അതേ വേദന അതേ വീട്ടിൽ വെച്ചുകൊണ്ട് സഫയും അനുഭവിച്ചിരുന്നു എന്ന് തന്നെയാണ് സഫ ഇപ്പോൾ വ്യക്തമാക്കുന്നത്. കാരണം പല തവണ അവിടെ നിന്ന് ഇറങ്ങിപ്പോകണമെന്ന് സഫക്ക് തോന്നിയിരുന്നു എന്നും എന്തുകൊണ്ട് പുറത്തേക്ക് പോയില്ല എന്നുള്ളത് ഈ ഒരു വീഡിയോയിൽ വളരെ വ്യക്തമായിട്ട് കാണിച്ചു തരുന്നുണ്ട് എന്ന് തന്നെയാണ് സഫ പറയുന്നത്. കാരണം അങ്ങനെ പോകാൻ ഒരുങ്ങുന്ന സമയത്ത് നമ്മുടെ മെഹനാസ് പറയും, ഞാൻ തീർച്ചയായിട്ടും ഈ ലോകത്തോട് വിട പറയാൻ വേണ്ടി പോവുകയാണ്, എനിക്ക് മക്കളെ കാണണം എന്ന് പറഞ്ഞ് ഫ്ലാറ്റിലേക്ക് വന്ന് അവസാനം കുട്ടികളെ കണ്ടു പോവുക, അതിനുശേഷം മരിക്കാൻ പോവുക എന്നൊക്കെ പറയുമ്പോൾ തീർച്ചയായിട്ടും ഏതൊരാൾക്കും നമുക്ക് ഉള്ളിലൊരു ഉൾഭയം ഉണ്ടാകും, എന്തെങ്കിലും ചെയ്താലോ എന്ന് പറയും. അതേ സമയത്താണ് മെഹനാസിൻ്റെ ആ വീഡിയോ നമ്മുടെ സഫ എടുത്തു വെച്ചത്. ഇനി എങ്ങാനും എന്തെങ്കിലും അബദ്ധം ചെയ്തു കഴിഞ്ഞാൽ എന്തുകൊണ്ട് ചെയ്തു എന്ന് ചോദിക്കുമ്പോൾ അദ്ദേഹത്തിന് ഇത്തരത്തിൽപ്പെട്ട ഒരു സ്വഭാവമുണ്ട് എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് മനഃപൂർവ്വം എടുത്തു വെച്ച ബൈറ്റാണ് നിങ്ങൾക്ക് ഈ സൈഡിൽ കാണാൻ വേണ്ടി സാധിക്കുന്നത്. അതുപോലത്തെ ഒരു സൂക്കേട് ഇതിൻ്റെ മുന്നേ പല ആവർത്തി മെഹനാസ് ആവർത്തിച്ചിരുന്നു. അതുകൊണ്ട് തന്നെയാണ് മെഹനാസിനെ വിട്ടു പോകാതിരുന്നത് എന്നാണ് സഫ പറയുന്നത്. അവസാനം ഗത്യന്തരമില്ലാതെയാണ് ഇറങ്ങിപ്പോന്നത് എന്ന ശേഷവും അവിടെ നിന്ന് ഇറങ്ങിപ്പോയതിന് ശേഷവും ഇത്തരത്തിൽ അദ്ദേഹം സഫയ്ക്ക് മെസ്സേജ് അയക്കുകയും സഫയുമായി ബന്ധപ്പെടുകയും ചെയ്തിരുന്നു എന്ന് തന്നെയാണ് സഫ ഇപ്പോൾ പറയുന്നത്. ആത്യന്തികമായിട്ട് സഫ അവിടെ നിന്ന് ഇറങ്ങിപ്പോന്നു എന്നുള്ള കാര്യം സഫ ഏതായാലും ഇപ്പോൾ ശരിവെക്കുകയാണ്. തീർച്ചയായിട്ടും ലല്ലൂബിയുടെ കൂടെയാണോ അല്ലയോ എന്നുള്ള ഒരു കാര്യം മാത്രമേ ഇനി വ്യക്തമാക്കാനുള്ളൂ. തീർച്ചയായിട്ടും സഫ ഇതിൻ്റെ മുന്നേയും 1.5 വർഷം മുമ്പ് അവിടെ നിന്ന് ഇറങ്ങിപ്പോയതായിരുന്നു. ഇത്തരത്തിൽപ്പെട്ട ഒരു ആത്മഹത്യാ ഭീഷണി മുഴക്കിയതിന് ശേഷമാണ് സഫ വീണ്ടും തിരിച്ചു വന്നിട്ട് സ്വന്തം മകനോടൊപ്പം ഒത്ത് ജീവിച്ചു പോകാൻ വേണ്ടി തയ്യാറായത് എന്നാണ് സഫ പറയുന്നത്. എന്നാൽ ഇതൊക്കെ നാടകമാണ് എന്നാണ് പകുതി അധികവും ആൾക്കാർ നമ്മുടെ വീഡിയോക്ക് താഴെ കമൻറ്റ് വരുന്നത്. ഇതെല്ലാം നാടകമാണ്, ആത്യന്തികമായിട്ട് ഇതൊന്നും ഒറിജിനൽ അല്ല എന്നും ഇവരുടെ കോപ്രായങ്ങൾ മാത്രമാണ്, കാട്ടിക്കൂട്ടലാണ് എന്നൊക്കെ പറയുന്നുണ്ട്. അതിന് പ്രധാനപ്പെട്ട കാരണം എന്ത് എന്ന് പറഞ്ഞാൽ സഫ ഈ തെറ്റിപ്പിരിയലിന് ശേഷം ഇൻസ്റ്റഗ്രാമിൽ പുതിയ ഒരു അക്കൗണ്ട് ഓപ്പൺ ആക്കി അതിൽ വീഡിയോ ഇടുകയാണ്. അതുപോലെ തന്നെ യൂട്യൂബിലും പുതിയ ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. എനിക്ക് ലൈവ് ഇടാനൊന്നും സാധിക്കുന്നില്ല, കാരണം ഒരു 300 സബ്സ്ക്രൈബർ കൗണ്ട് എന്ന് പറയുന്ന ഒരു പോളിസി യൂട്യൂബിനുണ്ട്. തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും പെട്ടെന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ അതിൽ വീഡിയോ ഇടാനും ലൈവിൽ വരാനും എല്ലാം തയ്യാറാണ്. അതുപോലെ തന്നെ ഞെട്ടിക്കുന്ന വിവരങ്ങൾ എനിക്ക് അതിൽ കൂടി പുറത്തുവിടാനുണ്ട് എന്ന് സഫ പറഞ്ഞുകൊണ്ട് സഫിൻ്റെ പുതിയ വീഡിയോ വന്നിട്ടുണ്ട്. നമുക്ക് അതിൻ്റെ ഏതാനും ചില ഭാഗങ്ങൾ കൂടി കാണാം. അപ്പോൾ ഞാൻ യൂട്യൂബിൽ ലൈവ് ഇടാൻ നിന്നപ്പോഴാണ് ഞാൻ കണ്ടത് 200 സംതിങ് ഇപ്പോൾ സബ്സ്ക്രൈബർ ഉള്ളൂ. ഇപ്പോൾ പുതിയ അക്കൗണ്ട് തുടങ്ങിയത് 100 ആയി. അപ്പോൾ 100 സബ്സ്ക്രൈബർ കൂടി കയറിയാലാണെങ്കിൽ ലൈവ് ഇടാൻ പറ്റുള്ളൂ. ഞാൻ ഇന്നലെ പറഞ്ഞായിരുന്നു ഞാൻ ലൈവ് ഇടാം, ഞാൻ ഫ്ലാറ്റിലാണ് ഉള്ളതെന്ന്. പിന്നെന്താ ഇൻസ്റ്റയിൽ അപ്പോൾ ഞാൻ ലൈവ് ഇടാൻ നോക്കിയപ്പോൾ ഇൻസ്റ്റയിൽ എന്തോ സംഭവം എഴുതി കാണിച്ചിട്ട് ഞാൻ ജസ്റ്റ് സ്റ്റോറി ഇടാം. എനിക്ക് യൂട്യൂബിൽ എനിക്ക് എവിടെ ഇട്ടാലും കുഴപ്പമില്ല, യൂട്യൂബിൽ ഇൻസ്റ്റയിൽ എവിടെ ഇട്ടാലും വിഷയമൊന്നുമില്ല. പുതിയ അക്കൗണ്ടാണ്, മോണിറ്റൈസേഷൻ ഒന്നും ഓണല്ല, ഫണ്ടിനും വേണ്ടിയിട്ടൊന്നുമല്ല. ഞാൻ ജസ്റ്റ് എല്ലാവർക്കും അറിയാൻ വേണ്ടി ഞാൻ ലൈവ് ഇടുമെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ ഇൻസ്റ്റയിലും എനിക്ക് ഇടാൻ പറ്റില്ല, ഇൻസ്റ്റയിൽ എന്തോടും ഇടാൻ പറ്റാത്ത ഞാൻ ജസ്റ്റ് സ്റ്റോറി ഇടാം. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഒരു 100 സബ്സ്ക്രൈബർ ആക്കി തന്നാൽ ഞാൻ ലൈവ് ഇടുന്നത്. എൻ്റെ ചാനൽ കിട്ടുന്നില്ല എന്ന് പറഞ്ഞു ലിങ്ക് ത്രൂ ആ നെയിം ഒന്ന് അടിച്ച് നോക്കാമോ? എനിക്ക് എന്താ സംഭവം ഒന്നും മനസ്സിലാവണില്ല. ഞാൻ ഇൻസ്റ്റയിലും ലൈവ് ഇടാൻ നോക്കി, യൂട്യൂബിലും നോക്കി, രണ്ടിലും എനിക്ക് പറ്റുന്നില്ല. യൂട്യൂബിലാണ് പിന്നെ ഒരു ഹോപ്പ് കണ്ടത്, എത്രയോ ഫോളോവേഴ്സ് ആയിട്ട് അങ്ങനെ ആവും. ഞാൻ അന്വേഷിച്ചപ്പോൾ അങ്ങനെ കണ്ടത്. ഇൻസ്റ്റയിലാരും ഞാൻ അന്വേഷിച്ചപ്പോൾ കുറച്ച് ദിവസം എടുക്കുമെന്നാണ് പറഞ്ഞത്. പുതിയ അക്കൗണ്ട് അല്ലേ, എന്താ സംഭവം എനിക്ക് മനസ്സിലാവില്ല. ലൈവ് സെറ്റ് ആയിക്കാൻ എന്തായാലും ലൈവ് ഇടും. കുറേ പേര് ലൈവ് ഇട്ടുകൊണ്ട് ഇടും ചോദിച്ചുകൊണ്ട് മനഃപൂർവ്വം ഇടാത്തതല്ലേ ഇതാ സംഭവം. ഞാൻ തെളിവടക്കം ഇങ്ങനെ ഇടുന്നുണ്ട്. പുതിയ യൂട്യൂബ് ചാനലുമായിട്ട് സഫ രംഗത്തെത്തിയിരിക്കുകയാണ്. തീർച്ചയായിട്ടും സബ്സ്ക്രൈബർ കൗണ്ട് കൂടുന്നതിനനുസരിച്ച് ലൈവ് വീഡിയോയുമായിട്ട് വരാമെന്നാണ് പറയുന്നത്. അതെന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. വീഡിയോ ആക്കി ഇട്ടാൽ എന്താണ് പ്രശ്നം? തീർച്ചയായിട്ടും വീഡിയോ ആക്കി ഇട്ടാലും നിങ്ങൾക്ക് അതിൽ പൈസയും കിട്ടും, അതുപോലെ തന്നെ ചാനൽ മോണിറ്റൈസേഷൻ ആക്കാനും എല്ലാം പറ്റും. അതുപോലെ തന്നെ 100 സബ്സ്ക്രൈബർ ഉണ്ടാക്കാനുള്ള ഒരു അടവ് തന്ത്രമാണോ എന്ന് തീർച്ചയായിട്ടും പ്രേക്ഷകർ സംശയിക്കുന്നുണ്ട്. എങ്കിൽ തീർച്ചയായിട്ടും അത് ശരി തന്നെയാണ് എന്ന് മനസ്സിലാക്കുന്നത് തന്നെയാണ് ഇവരുടെ ഏതാനും ഉഡായിപ്പുകൾ തന്നെയാണ് ഇതൊക്കെ എന്ന് നമുക്ക് ചിന്തിക്കേണ്ടതായിട്ട് വരും. കാരണം പല ആവർത്തി പല കാര്യങ്ങൾ പറയുക, അതിനുശേഷം അത് അല്ല എന്ന് പറയുക. ഇതിൻ്റെ മുന്നേ തന്നെ തെറ്റിപ്പിരിഞ്ഞു എന്ന് പറഞ്ഞ് മെഹനാസിൻ്റെ അടുത്ത് നിന്ന് ഒളിച്ചോടി പോയതാണ് സഫ. വീണ്ടും തിരിച്ചു വന്നതാണ്. എന്നാൽ ഇപ്പോൾ വീണ്ടും അവിടെ നിന്ന് ഇറങ്ങിപ്പോവുകയാണ്. ഇപ്പോൾ ഞാൻ ഫ്ലാറ്റിലാണ് എന്ന് പറയുന്നുണ്ട്. ഏത് ഫ്ലാറ്റിലാണ് എന്ന് എവിടെയും സഫ വളരെ കൃത്യമായിട്ട് പറയുന്നില്ല. ലല്ലൂബിയുടെ കൂടെ ഫ്ലാറ്റിലാണോ, ഇനി അതല്ല സ്വന്തം ഫ്ലാറ്റിലാണോ, അപ്പോൾ മെഹനാസിൻ്റെ കൂടെ താമസിച്ച ഫ്ലാറ്റിലല്ല എന്നുള്ള കാര്യം 100% വളരെ വ്യക്തമായ ഒരു കാര്യം തന്നെയാണ്. ഇതൊക്കെ ഇൻസ്റ്റഗ്രാമിലും അതുപോലെ തന്നെ സോഷ്യൽ മീഡിയയിലും എല്ലാം റീച്ച് കിട്ടാനുള്ള
ഒരു അടവാണ് എന്ന രീതിയിൽ ആൾക്കാർ പറഞ്ഞു വെക്കുന്നുണ്ട്. പക്ഷേ അതൊന്നുമല്ല സത്യം. തീർച്ചയായിട്ടും തെറ്റിപ്പിരിഞ്ഞുകൊണ്ട് അവർ രണ്ടും രണ്ട് സ്ഥലത്ത് തന്നെയാണ് താമസിക്കുന്നത് എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ഇവരുടെ വീഡിയോക്ക് താഴെ വളരെ മോശം കമൻറ്റുമായിട്ട് മെഹനാസ് ഒരു കമൻറ്റ് ഇട്ടിരുന്നു. അത് സ്റ്റോറിയാക്കി പങ്കുവെക്കുകയും ചെയ്തിരുന്നു ഇൻസ്റ്റാഗ്രാമിൽ. പക്ഷേ അത് നിമിഷങ്ങൾ കൊണ്ട് മെഹനാസ് തന്നെ ഡിലീറ്റ് ആക്കുന്നതും നമ്മൾ കണ്ടു. ഇനി എന്താണ് ഇവരുടെ ജീവിതത്തിൽ യഥാർത്ഥത്തിൽ സംഭവിച്ചത് എന്ന് ഇനിയുള്ള ദിവസങ്ങളിൽ തീർച്ചയായിട്ടും നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. ഈ വീഡിയോ എല്ലാം കണ്ടതിന് ശേഷം എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത്? മെഹനാസിനെ കുറിച്ചും അതുപോലെ തന്നെ റിഫയെക്കുറിച്ചും തീർച്ചയായിട്ടും ഒന്നിച്ച് നോക്കുന്ന സമയത്ത് തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ തന്നെയാണ് നമ്മുടെ റിഫ ഈ കാലങ്ങൾക്ക് മുന്നേ തന്നെ അനുഭവിച്ചത്. അതിൻ്റെ തുടക്കമാണ് ഇപ്പോൾ നമ്മുടെ സഫയും അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. ആ റിഫയുടെ മരണം വളരെ വേദനാജനകമാണ്. തീർച്ചയായിട്ടും അതിൽ നിന്ന് കലകയറുന്നതിന് മുന്നെയാണ് സഫയെ കല്യാണം കഴിച്ചത്. സഫയുടെ ജീവിതവും അത്ര സൗന്ദര്യവും അതുപോലെ തന്നെ ആഹ്ലാദവും ഒന്നും നിറഞ്ഞതായിരുന്നില്ല എന്ന് നമുക്ക് ഈ ഒരു കാര്യങ്ങളെല്ലാം വെച്ച് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. തീർച്ചയായിട്ടും സഫ പോയി എങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് ഇനിയുള്ള കാലങ്ങൾ സുഖമായിട്ട് ജീവിക്കാൻ ചിലപ്പോൾ പറ്റുമോ എന്ന് എനിക്കറിയില്ല. കാരണം അവർക്കൊരു കുട്ടിയുണ്ട്. ആ കുട്ടിയെ എങ്ങനെയാണ് മുന്നോട്ടുള്ള ജീവിതത്തിൽ കൊണ്ടുപോകുക എന്നൊക്കെ തീർച്ചയായിട്ടും അവൾ ചിന്തിക്കേണ്ടതായിരിക്കും. ഈ ഇറങ്ങിപ്പോക്കും അതെല്ലാം നാടകമാണ് എന്നാണ് ഒരുവിധം ആൾക്കാരെല്ലാം തന്നെ കമൻറ്റുകൾ അയക്കുന്നത്. തീർച്ചയായിട്ടും എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത് എന്ന് തീർച്ചയായിട്ടും സഫ പറയുന്നത് എൻ്റെ പുതിയ യൂട്യൂബ് ചാനൽ മോണിറ്റൈസേഷൻ ആയാൽ തീർച്ചയായിട്ടും അതിൽ വന്ന് പറയാമെന്ന രീതിയിലാണ് പറയുന്നത്. അതുപോലെ തന്നെ മെഹനാസും പറയുന്നത് ഞാൻ യൂട്യൂബിൽ തീർച്ചയായിട്ടും വലിയ ഒരു വിശദീകരണ വീഡിയോയുമായിട്ട് വരുന്നുണ്ട് എന്ന് പറയുന്നു. നമുക്ക് ഏതായാലും ആ വീഡിയോ വരെ കാത്തിരിക്കാമെന്നാണ് എനിക്ക് തോന്നുന്നത്. തീർച്ചയായിട്ടും ഇവരുടെ കാര്യങ്ങളായതുകൊണ്ട് തീർച്ചയായിട്ടും നമുക്ക് ഒരിക്കലും സത്യസന്ധമായിട്ട് അതിനെ വിലയിരുത്താൻ വേണ്ടി സാധിക്കുകയില്ല. അതുവരെ നന്ദി, നമസ്കാരം.